നോക്കി ഗൈസ്, എന്ത് ഭംഗിയാണെന്നറിയോ. ഇതും പിന്നെ നമ്മുടെ വിൻഡറും ഒന്ന് ആലോചിക്കേ. ആഹാ, വിജനമായ റോഡില് ഞാനും എന്റെ വണ്ടിയും പിന്നെ വല്ലപ്പോഴും കാണുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും. നല്ല രസമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വഴി മാറിയിട്ടാണ് ഇങ്ങോട്ട് കയറിയത്, പക്ഷെ നല്ല ഭംഗിയുള്ള റോഡ്. മാനെ കണ്ടോ ഇവിടെ? മാൻ. ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൂടായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. എൻ്റെ ആ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുമാതിരി ഗ്രഹണം പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ തോന്നുന്നില്ലേ? സത്യമായിട്ടും ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ആക്ച്വലി നമ്മുടെ അബുദാബിയിലെ ഗ്രീൻ ഹൗസ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. ഇത് അൽജോഫിലുള്ള ഒരു നമ്മൾ പോകുന്നത് ഒരു കഫേക്കാണ്, ഒരു സെയിൽസ് ഓഫീസിലേക്കാണ്. പക്ഷേ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു വഴിയാണിത്. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ മാനുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി നമുക്ക് പതുക്കെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് വണ്ടി ഓടിക്കണം എന്നുണ്ട്, കാഴ്ചകൾ കാണണമെന്നുണ്ട്, മൊത്തം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ റോഡും അത്രയും നല്ലതല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞാൻ റെക്കോർഡിംഗ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അപ്പം ഈ ഒരു സ്ഥലം വിൻ്ററിന് ഒന്ന് ആലോചിക്കുക. വിൻ്ററിന് പൊളിയായിരിക്കും, പക്ഷേ സമ്മറിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയാട്ടോ. നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കൂടെയുള്ള വഴി ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു കടലിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ. എനിക്ക് UAE എല്ലാ എമിറേറ്റ്സും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. ഇത് അതിനൊക്കെ ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ആശംസിക്കുന്നു. എങ്ങനെയുണ്ട്? അത്യാവശ്യം കുറേ നേരം ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ കഫേൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിലെത്തിട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ബിസിനസ് മീറ്റിങ്ങിന് വന്നതായിരിക്കാം, ചില ആൾക്കാർ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇതാ കാണുന്നതാണ് പാലസ് പണ്ടത്തെ. ഇനി ഇത് അവർ മ്യൂസിയം ആക്കാൻ പോവാട്ടോ. ഇവിടെ ഞാൻ വ്യൂ കാണിച്ചു തരാം. ഈ വ്യൂ നിങ്ങളൊന്ന് നോക്കിയേ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ. സോ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സോൾഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ബൈ ഇംഖാനാണ് ഈ പ്രോപ്പർട്ടീസ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് അവരുടെ സെയിൽസ് ഓഫീസിലേക്കാണ്. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കഫേ ഉള്ളത്. ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ കഫേൻ്റെ ആംബിയൻസ് കേട്ടോ. നമുക്ക് കഫേയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കടലൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല സീനറിയാണ്, സൺസെറ്റ് കാണാൻ പറ്റും. കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യും. ഈ കാഫി ഷോപ്പിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇവരുടെ ഓൺഗോയിങ് പ്രോജക്ട്സിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഫാമിലീസിൻ്റെയും കുട്ടികളുടെ കൂടെ പോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബീച്ച് ആക്സസും ഉണ്ട്. ഞാൻ അവിടെ രാത്രി വരെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഷാ എഴുതിയിട്ടുള്ള സ്ഥലത്തേക്ക് ജസ്റ്റ് വാക്ക് ചെയ്തു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ആൾക്കാരൊക്കെ ഓൾറെഡി പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഞാൻ തന്നെ വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. ആരുമില്ലാത്ത വിജനമായ റോട്ടിൽ കൂടെയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫ്രണ്ടിൽ ചാടിയാലോ എന്നൊരു ഭയം എനിക്ക് ഇല്ലാതായില്ലായിരുന്നു. പിന്നെ റോഡാണെങ്കിൽ കാണുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞില്ലേ 20 മിനിറ്റ്സിന് അടുത്ത് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് റോഡ് കണ്ടത്. പിന്നെ ദൈവത്തിനെ വിളിച്ച് ഒരു പോക്ക് പോന്നു. പിന്നെ എനിക്ക് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ കണ്ടു തീർന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പേടിയൊക്കെ മനസ്സിലാക്കി വന്നു കേട്ടോ. എന്റെ വളച്ച തമ്പുരാനെ, നാഗവല്ലി കൊഞ്ചം ചുണ്ണാമ്പിർക്ക. കർത്താവേ, ഇവിടെ ശരിക്കും കാര്യം പ്രേതം വന്നാൽ ഞാൻ എന്തോ ചെയ്യും? ഇതെന്താടാ ഇവിടെ? അയ്യോ, ഇതൊന്നും ചെയ്യില്ല, അയച്ചു വിടോ. റോഡെവിടെ മുതലാളി? റോഡെവിടെ? റോഡ് കണ്ടു ഗൈസ്, റോഡ് കണ്ടു. സോ വി ഹാവ് റീച്ച്ഡ് ബാക്ക് സേഫ്ലി. ഞാൻ പിന്നെ വരുന്നത് വീഡിയോ എടുക്കാൻ എനിക്കെല്ലാം ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇനി ഐ ആം സോ ടയേർഡ്. So I thought I'll not take the video. So that's it. I hope you guys will like this video. അങ്ങനെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തരണം? ഹൃദയം ലവ് ഒന്നും വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ, സബ്സ്ക്രൈബ്.